ഇപ്പോൾ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നോമ്പുമായി നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചും അനുബന്ധങ്ങളെക്കുറിച്ചുമാണ്. ഏതൊരു നന്മയുടെയും വില നമുക്ക് ബോധ്യപ്പെടുക അത് ചെയ്യാൻ അവസരം കിട്ടുമ്പോഴല്ല. അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന ലോകത്തേക്ക് എത്തുമ്പോഴാണ് അങ്ങനെയൊന്ന് ചെയ്തിരുന്നെങ്കിൽ എന്ന നഷ്ടബോധം മനുഷ്യർക്ക് അനുഭവപ്പെടുക. അത് ഭൗതികമായി തന്നെ നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പല പ്രായങ്ങളിലും നമ്മൾ നേടേണ്ടത് നേടാതെ അവസാനം നിങ്ങൾക്ക് ആ ജോലി കിട്ടണമെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യമായിരുന്നു എന്ന് പറയുമ്പോഴാണ് അതന്ന് പഠിച്ചാൽ മതിയായിരുന്നു, നിർവഹിച്ചാൽ മതിയായിരുന്നു, എഴുതിയെടുത്താൽ മതിയായിരുന്നു എന്ന് നമുക്ക് തോന്നാറുള്ളത്. എന്നാൽ ഭൗതികമായ ലോകത്ത് പലതും എത്ര നഷ്ടപ്പെട്ടാലും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ പാരത്രിക ലോകത്തേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചാൽ, വ്യക്തമായി പറഞ്ഞാൽ മരണത്തോടു കൂടി പിന്നെ നമുക്കൊരിക്കലും ഒരു നന്മയും പുതുതായി ചെയ്യാൻ സാധ്യമല്ല. എന്ന് മാത്രമല്ല, മനുഷ്യർ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കും, കൊതിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്ര വലിയ നന്മ ചെയ്ത വ്യക്തിയാണെങ്കിലും അതൊന്നും ആയിട്ടില്ല, എവിടെയും എത്തിയിട്ടില്ല എന്ന് പരലോകം കണ്ണിൽ കാണുമ്പോൾ തോന്നുമെന്നാണ്. എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ ഒരു ഹദീസ് നിങ്ങളെ കേൾപ്പിക്കാൻ. ലൗ അന്ന റജുലൻ യുജറു അലാ വജ്ഹിഹി മിൻ യൗമി വുലിദ ഇലാ യൗമി യമൂതു ഹറമൻ ഫീ മർളാത്തില്ലാ ലഹഖറഹു യൗമൽ ഖിയാമ. ഒരു മനുഷ്യൻ എങ്ങനെയായിരുന്നാൽ, ഒരുപക്ഷെ നമ്മുടെ വീടിൻ്റെ ചുമരിൽ എഴുതി വെക്കണം എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു ഹദീസാണ്. ഒരു മനുഷ്യൻ എങ്ങനെയായിരുന്നാലും ജനിച്ച അന്നു മുതൽ വാർദ്ധക്യത്തിലെത്തി മരിക്കുന്ന അന്നുവരെ, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, മധ്യവയസ്കത, വാർദ്ധക്യം, ഇതെല്ലാം യുജറു അലാ വജ്ഹിഹി, അവൻ്റെ മുഖം നിലത്ത് വലിച്ചിഴക്കപ്പെട്ടു. ഫി മർളാത്തില്ല, എന്തിനു വേണ്ടിയാണ് ആ മനുഷ്യൻ ആ ത്യാഗം സഹിച്ചത്? ജീവിതത്തിൽ ജനിച്ച അന്നു മുതൽ മരിക്കുന്ന അന്നുവരെ ഈ പ്രയാസം അനുഭവിക്കേണ്ടി വന്നത് ഫി മർളാത്തില്ല, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയായിരുന്നു. ഈ മനുഷ്യൻ പരലോകം കണ്ണിൽ കാണുമ്പോൾ എന്തായിരിക്കും അവൻ്റെ പിന്നിൽ ചെയ്തു വെച്ച ആ പ്രവർത്തനത്തെക്കുറിച്ച് അവൻ ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലഹഖറഹു യൗമൽ ഖിയാമ എന്നാണ്. ആ ചെയ്തതുവരെ ആ മനുഷ്യന് നിസാരമായി തോന്നും എന്നാണ്. ഇതിൻ്റെ മറ്റൊരു റിവായത്ത്, മറ്റൊരു റിപ്പോർട്ട്, ഇതുപോലെ സുജൂദിൽ കിടന്ന വ്യക്തി ജനിച്ച അന്നു മുതൽ വാർദ്ധക്യത്തിലെത്തി മരിക്കുന്ന അന്നുവരെ ആ മനുഷ്യൻ പരലോകത്തിൻ്റെ ഭീകരമായ കാഴ്ചകൾ കണ്ണിൽ കാണുന്ന സമയത്ത് ആ ചെയ്തത് ആ മനുഷ്യന് നിസാരമായി തോന്നിയെന്നാണ്. എന്താ ചെയ്തത്? വേറൊന്നും ചെയ്തിട്ടില്ല. സുജൂദല്ലാതെ ദുനിയാവിൽ ഒന്നും ചെയ്യാത്ത വ്യക്തി പരലോകത്ത്, പ്രിയപ്പെട്ടവരെ, അത് നിസ്സാരമായ മനുഷ്യനെ അനുഭവിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പരലോകത്തെ കാണേണ്ടത്? സൂറത്തു നഹൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലോകത്തെക്കുറിച്ച് നമുക്കൊന്ന് വിവരിച്ചു തരുന്നുണ്ട്. യൗമ തഅതി കുല്ലു നഫ്സിൻ തുജാദിലു അൻ നഫ്സിഹാ വതുവഫാ കുല്ലു നഫ്സിൻ മാ അമിലത് വഹും ലാ യുദ്ലമൂൻ. അല്ലാഹു ആ ദിവസത്തെക്കുറിച്ച് പറയാണ്. യൗമ തഅതി കുല്ലു നഫ്സിൻ തുജാദിലു അൻ നഫ്സിഹാ, അന്നേ ദിവസം ഓരോരുത്തരും സ്വന്തത്തിന് വേണ്ടി വാദിച്ചു പോകുന്ന ദിവസമാണ്.
ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഉരിയാടുന്നില്ല. അവിടെ സ്വന്തങ്ങളോ ബന്ധങ്ങളോ ഇല്ല, അവിടെ കൂട്ടുകുടുംബങ്ങളില്ല. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചുണ്ട് ചലിപ്പിക്കുന്നില്ല. മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളും വായ ചലിപ്പിക്കാത്ത, ഏറ്റവും വലിയ നിസ്സഹായത, ഏറ്റവും വലിയ സ്വാർത്ഥത അനുഭവിക്കുന്ന ലോകമാണ്. ആ മനുഷ്യൻ എന്താണോ ചെയ്തു വെച്ചത് അത് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വീതിച്ചു കൊടുക്കുന്ന ദിവസമാണ് എന്നാണ് ഇമാം നാസിറുദ്ദീൻ സഅദി റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ വളരെ അർത്ഥവത്താണ്. കുല്ലു യഖൂലു നഫ്സി നഫ്സി ലാ യുഹിമ്മുഹു സിവാ നഫ്സിഹി ഫഫീ ദാലികൽ യൗം യഫ്തകിറുൽ അബ്ദു ഇലാ ഹുസൂലി മിസ്കാലി ദർറത്തിൻ മിനൽ ഖൈർ. ഒരു അണുമണി തൂക്കം നന്മക്ക് വേണ്ടി മനുഷ്യർ നെട്ടോട്ടമോടുന്ന ദിവസമാണ്. എല്ലാവരും സ്വന്തം ശരീരം എന്ന് പറയും, നിസ്സഹായതയും സ്വാർത്ഥതയും അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തും. ആരെയും വേണ്ടിയില്ല. എന്നിട്ടോ അവനൊരു ചെറിയ കർമ്മമുണ്ടെങ്കിൽ എന്ന് ആ മനുഷ്യൻ ചിന്തിച്ചു പോകുന്ന ദിവസമാണ് എന്നാണ്. ഇതവിടെ മാത്രമാണോ? ഒരു മനുഷ്യൻ ഖബറിലെത്തിയാലും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അവന് വേണ്ടി കരയുന്ന ഭാര്യയുടെ അടുക്കിലേക്ക് വരണമെന്നല്ല, അവനില്ലാതെ പ്രയാസപ്പെടുന്ന കുഞ്ഞുമക്കളെ കാണണമെന്നല്ല, അവൻ്റെ കച്ചവടത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ പൂർത്തീകരിച്ച് തിരിച്ചു വരാമെന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മർറബി കബരിന്നാണ്, ഒരു കബറിൻ്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ സ്വഹാബികളോട് ചോദിക്കുന്നുണ്ട്, ഈ മനുഷ്യൻ ഇപ്പോൾ എന്തായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാകുക എന്നാണ്. സ്വഹാബികൾ പറഞ്ഞു, റസൂലെ ഞങ്ങൾക്കറിയില്ല, അള്ളാഹും അവൻ്റെ റസൂലുമാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റകഅതാനി അഹബ്ബു ഇലാ ഹാദാ മിൻ ബഖിയത്തി ദുനിയാകും. നിങ്ങളിപ്പോൾ നിസാരമായി കാണുന്ന ഒരു 2 റക്അത്ത് നമസ്കാരമാണ് ഇപ്പോൾ ഈ മനുഷ്യൻ ആഗ്രഹിച്ചു പോകുന്നത് എന്നാണ്. സഹോദരങ്ങൾ, ഒരു ഫർള് കഴിഞ്ഞിട്ട് ഒരു ഫോൺ വന്ന് വിചാരിക്കാം. ആ ഫോൺ വന്ന് അതുമായി പുറത്തിറങ്ങി, ഇനിയിപ്പോൾ തിരിച്ചു കയറി 2 റക്അത്ത് സുന്നത്തല്ല, ഇപ്പോൾ വേണ്ട എന്ന് നമ്മൾ വളരെ നിസാരമായി കാണുന്ന ഒരു കർമ്മത്തിന് വേണ്ടി കബറാളി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കാൻ. അപ്പോൾ ഏതൊരു നന്മയുടെയും വില നമുക്ക് ബോധ്യപ്പെടുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് ഇബ്നു ജൗസി റഹിമഹുല്ല പറഞ്ഞത്, വല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ, കബറാളികളോട് നിങ്ങൾ ചോദിക്കുക, ലതമന്നു, നിങ്ങൾ ആഗ്രഹിക്കൂ, നിങ്ങൾ മോഹിക്കൂ, നിങ്ങൾ കൊതിക്കൂ എന്ന് കബറാളികളോടെങ്ങാനും പറയപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ആ കബറാളി ആഗ്രഹിക്കുന്നത് ലതമന്നൗ യൗമൻ മിൻ റമളാൻ, പരിശുദ്ധ റമളാനിലെ ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് കബറാളി പോലും ആഗ്രഹിച്ചു പോകുമെന്നാണ്. എന്തേ കാരണം? ആ റമളാനിൽ നോമ്പുണ്ട്, രാത്രി നമസ്കാരമുണ്ട്, മറ്റു മാസങ്ങളിലില്ലാത്ത ശ്രേഷ്ഠത അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. വിശാലമായി പറയേണ്ട ആവശ്യമില്ല. ഇബ്നു ജൗസി റഹിമഹുല്ലാഹ് ഇതിനെ വിശദീകരിക്കണം എങ്ങനെയെന്ന് വെച്ചാൽ, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കളിൽ ഏറ്റവും സൗന്ദര്യമുള്ള മകനാണ് ആരാണ്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഏറ്റവും നല്ല മകൻ ആരാണ്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മകൻ ആരാണ്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. മറ്റു 11 മക്കൾ ആരെക്കൊണ്ട് നന്നായി? ഈ ഒരു സന്താനക്കുത്തെ കൊണ്ട് നന്നായി. ആ 12 മക്കളിൽ 11 മക്കൾക്കും ജീവിതത്തിൽ നന്മകൾ ലഭിച്ചത്, സുഖങ്ങൾ ലഭിച്ചത്, സൗകര്യങ്ങൾ ലഭിച്ചത് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെയാണ്. അതിനെ ചേർത്തിക്കൊണ്ട് പറയാണ്, വർഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 12 മാസങ്ങൾ നൽകി. അതിലേറ്റവും ഭംഗിയുള്ള മാസം അത് റമളാനാണ്. ഏറ്റവും സൗന്ദര്യമുള്ള മാസം റമളാനാണ്. ആ ഒരു മാസം മതി മറ്റു 11 മാസങ്ങൾ നിങ്ങൾക്ക് നന്നായി തീരാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസവും പരിശുദ്ധ റമളാനാണ് എന്നാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഖബറിലെത്തിയാലും ആഗ്രഹിക്കൂ എന്ന് പറഞ്ഞാൽ, പരിശുദ്ധ റമളാനിലെ ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് അവൻ ആഗ്രഹിച്ചു പോകുന്നതാണ്. മഹാനായ അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് തൈമി റഹിമഹുല്ല പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാരഥനായ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ആദിഹി ഉമ്മത്തി ഹളറത്തുൽ വഫാത്ത്, അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ സമയത്ത് ഫജസിഅ ജസഅൻ ശദീദ വബക ബുകാഅൻ കസീറ എന്നാണ്.
അദ്ദേഹം ഭയങ്കരമായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ധാരാളമായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫഖീല ലഹു ഫീ ദാലിക്, അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് താങ്കൾ ഈ മരണത്തിൻ്റെ സമയത്ത് ഇങ്ങനെ പ്രയാസപ്പെട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അദ്ദേഹം അതിനൊന്നാമതായി പറഞ്ഞ മറുപടി എന്താ പറയുക? മാ അബ്കി ഇല്ലാ അലാ അയ്യസൂമു സായിമൂന ലില്ലാ വലസ്തു ഫീഹിം. ഞാൻ മരിച്ചു, നിങ്ങൾ എന്നെ മറമാടും, എന്നെ കബറടക്കും, നിങ്ങളിവിടെ ബാക്കിയാണ്. ഞാൻ ബാക്കിയില്ലാതെ നിങ്ങളിവിടെ ബാക്കിയാകുന്ന ദിവസങ്ങൾ കടന്നു വരും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? നോമ്പെടുക്കും. വലസ്തു ഫീഹിം, ഞാൻ ആ കൂട്ടത്തിൽ ഉണ്ടാവില്ലല്ലോ എന്നതാണ് എൻ്റെ ദുഃഖം. നോമ്പെടുക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടൂലല്ലോ എന്നതാണ് എന്നെ കരയിപ്പിക്കുന്നത്. വയുസല്ലിയൽ മുസല്ലൂന വലസ്തു ഫീഹിം, ഞാൻ മരിച്ചാലും നമസ്കരിക്കുന്ന ആളുകളുണ്ട്, ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരിക്കുകയില്ലല്ലോ. വയദ്കുറ ഹദ്ദാകിറൂന വലസ്തു ഫീഹിം ഫദാകല്ലദീ അബ്കാനി, ഞാൻ മരിച്ചാലും അള്ളാഹുവിനെ സ്മരിക്കുന്ന, ദിക്ർ ചെയ്യുന്ന, ഓർക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും, ഞാൻ ആ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുകയില്ലല്ലോ, അതാണ് എന്നെ കരയിപ്പിക്കുന്ന കാര്യമെന്ന് ഒരു മനുഷ്യനതാ, ഒരു പണ്ഡിതനതാ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്ത് പറഞ്ഞു എന്നാണ്. പ്രിയപ്പെട്ടവരെ, അവരങ്ങനെ കണ്ട നോമ്പാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. അവരങ്ങനെ മനസ്സിലാക്കിയ നോമ്പാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ നോമ്പ് നോറ്റിട്ട് നമ്മളെന്താ വിചാരിക്കുന്നത്? നമ്മളെന്താ ചിന്തിച്ചു വച്ചിരിക്കുന്നത്? ഇതൊരു ഇടങ്ങേറായൊരു പ്രയാസമായൊരു ബുദ്ധിമുട്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. അതല്ല, ഈ നോമ്പിലൂടെ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഒരു അനുഭൂതിയായി, ആസ്വാദനമായി കൊണ്ടാണോ നമ്മൾ കാണുന്നത് എന്ന് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടതുണ്ട്. അഹ്നഫ് ഇബ്നു ഖൈസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇൻദമാ കബിറ ഫീ സിന്നി, അദ്ദേഹത്തിന്റെ പ്രായമായ അവസ്ഥയിൽ അദ്ദേഹം നോമ്പെടുക്കാൻ വേണ്ടി തുനിഞ്ഞു. പ്രായമായിട്ട് അദ്ദേഹം ഒരിക്കലും ആളുകൾക്ക് കണ്ടാൽ മനസ്സിലാകും ഇദ്ദേഹം നോമ്പെടുക്കാനുള്ള ശാരീരികമായ അവസ്ഥയിലല്ല. പക്ഷെ അദ്ദേഹം നോമ്പെടുക്കാൻ വേണ്ടി തുനിഞ്ഞ സമയത്ത് അദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞു, താങ്കൾ നോമ്പെടുത്താൽ താങ്കളുടെ ശരീരം കൂടുതൽ ദുർബലപ്പെടുത്തും, താങ്കളുടെ ആരോഗ്യം ക്ഷയിച്ചു പോകും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, ഇന്നി ഉഇദ്ദുഹു ലിസഫരിൻ തവീൽ. ആ പ്രായമെത്തിയ ആ മഹാരഥനായ പണ്ഡിതൻ പറയാണ്, എനിക്കിതാ ഇന്നത് സുദീർഘമായ നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര എനിക്ക് ചെയ്യാനുണ്ട്. ഏതാ യാത്ര? മരണത്തോടു കൂടി തുടങ്ങുന്ന, എൻ്റെ റൂഹ് കൊണ്ടുപോകുമ്പോൾ ആ മലക്കുകളിലൂടെ ഞാൻ ആസ്വദിക്കുന്നൊരു യാത്ര അല്ലേ? നമ്മുടെ ആത്മാവിനെ നമ്മൾ കാണുന്നതാണ് ആ യാത്ര പോകുന്നത്. അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചു കിടക്കുന്ന രംഗത്തേക്ക് റസൂലുള്ളാഹി ചെന്ന് നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് മേൽപോട്ട് മറിഞ്ഞു നിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വേഗം അടച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, തീർച്ചയായും ആത്മാവിനെ കണ്ണ് പിന്തുടരുന്നുണ്ട്, അതുകൊണ്ട് ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ് ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യൻ്റെ കണ്ണുകൾ പെടുന്ന അടച്ചു കൊടുക്കുക എന്നുള്ളത്. ഇതൊരു യാത്രയാണ്, മലക്കുകളിലൂടെ ഒരു യാത്ര, ആകാശലോകങ്ങളിലൂടെ യാത്ര, ജീവിതത്തിൽ കാണാത്ത അനുഭവങ്ങളിലൂടെ, ജീവിതത്തിൽ കാണാത്ത ശബ്ദങ്ങളിലൂടെ, കേൾക്കാത്ത ശബ്ദങ്ങളിലൂടെ, കാഴ്ചകളിലൂടെ പോകുന്നൊരു യാത്ര പ്രിയപ്പെട്ടവർ നമുക്കെല്ലാവർക്കും സംഭവിക്കാറുണ്ട്. പിന്നീട് ഖബറുണ്ട്, ആ ഖബറിൽ ചോദ്യങ്ങളുണ്ട്, ആ ഖബറിൽ സ്വർഗനരകങ്ങൾ കാണിക്കപ്പെടുന്നുണ്ട്. അതിനപ്പുറം തുഹ്ശറൂന യൗമൽ ഖിയാമ ഹുഫാതൻ ഉറാതൻ ഉർലാ, ചേലാക്രമം ചെയ്യപ്പെടാതെ, ചെരുപ്പ് ധരിക്കാതെ, വസ്ത്രം ധരിക്കാതെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വരുന്നൊരു യാത്ര. എല്ലാവരും പ്രിയപ്പെട്ടവരെ പേടിച്ചു നിൽക്കുന്നതാണ്. അദ്ദേഹം പറയണം, അങ്ങനത്തെ ഒരു യാത്രക്ക് വേണ്ടി ഞാനിതാ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്സബറു അലാ ത്വാഅത്തില്ലാഹി സുബ്ഹാനഹു അഹ്വനു മിനസ്സബ്രി അലാ അദാബിഹി എന്നാണ്. എങ്കിൽ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആലയുള്ള അനുസരണത്തിൽ ഞാൻ കാണിക്കുന്ന ക്ഷമ, അത് സഹനം. ഇപ്പൊ ഞാൻ നോമ്പെടുക്കുന്നു, ക്ഷമിക്കാൻ, സഹിക്കാൻ, എനിക്കുള്ള പ്രയാസങ്ങളെ ഞാൻ ആ രൂപത്തിൽ ക്ഷമയോടുകൂടി കാണുകയാണ്. അതാണ് ഏറ്റവും നല്ലത്. ഏതിനേക്കാൾ? അള്ളാഹുവിൻ്റെ ഒരു അദാബ്, ശിക്ഷ വന്നിട്ട് അത് ക്ഷമിക്കുന്നതിനേക്കാൾ. നരകം ക്ഷമിക്കാൻ കഴിയാത്തതാണ്, പരലോകത്തിൻ്റെ ഭീകരത സഹിക്കാൻ കഴിയാത്തതാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം പോലും പറയുന്ന വാചകം എന്താ അറിയോ? ഇന്ന് അള്ളാഹു ഒരു കോപത്തിലാണ്, ഇതുവരെ അള്ളാഹു ഇങ്ങനെ കോപിച്ചിട്ടില്ല, ഇനി അങ്ങനെ കോപിക്കുകയുമില്ല, അതുകൊണ്ട് ഇത് ഹബീലാ ഗൈരി എന്നാണ്, നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പോയിക്കോളൂ എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരെല്ലാം പറയുന്ന വാചകം അള്ളാഹു ഇന്നൊരു കോപത്തിലാണ്, ഇങ്ങനെ പടച്ചോൻ കോപിച്ചിട്ടില്ല,
ഇനി ഇങ്ങനെ കോപിക്കുകയുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വിഷയത്തിൽ തന്നെ പേടിയിലാണ്. ഇദ്ഹബ് ഇലാ ഗൈരി, നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പോയിക്കോളൂ. സഹോദരങ്ങളെ, ആ ലോകം ക്ഷമിക്കാൻ കഴിയാത്തതാണ്. അപ്പം അദ്ദേഹം പറയുന്നത്, ഒരു നന്മ നടത്താൻ, ഒരു പുണ്യം ചെയ്യാൻ ഞാൻ ക്ഷമിക്കലാണ്. ഞാനൊരു അനുസരണക്കേട് കാണിച്ചിട്ട് അള്ളാഹു എനിക്കൊരു ശിക്ഷ നൽകിയാൽ അത് സഹിക്കുന്നതിനേക്കാൾ നല്ലത് എന്നാണ്. അപ്പം പൂർവികർ നോമ്പിനെ കണ്ടത് എങ്ങനെ? പരലോകത്തേക്കുള്ള ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിട്ട് അവർക്ക് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, സും ദുനിയ വജ്അൽ ഫിത്രകൽ മൗത്ത്, നീ ദുനിയാവ് മുഴുവൻ നോമ്പെടുക്കുക. ദുനിയാവിൽ മുഴുവൻ നീ നോമ്പെടുത്തു എങ്കിൽ നിന്റെ മരണം നിനക്കൊരു ഈദായിരിക്കുമെന്ന്. നിന്റെ മരണം നിനക്കൊരു ഈദായിരിക്കും. അദ്ദുനിയ കുല്ലുഹാ ശഹ്റു സിയാം അൽ മുത്തഖീൻ, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ മുത്തഖീങ്ങൾക്ക് എല്ലാ ദിവസവും നോമ്പാണ്. എന്നാൽ വെറും പട്ടിണി മാത്രമല്ല, നോമ്പ് എന്ന് പറയുമ്പോൾ പിടിച്ചു വെക്കാൻ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിരോധിച്ചതിൽ നിന്ന്, വിലക്കിയതിൽ നിന്ന് അവൻ്റെ ഭക്ഷണം മാത്രമല്ല, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക ദിവസങ്ങളെ പറഞ്ഞു. അതല്ലാതെ അവൻ്റെ കണ്ണിനും അവൻ്റെ കാതിനും അവൻ്റെ കൽബിനും അവൻ്റെ നാവിനും അവൻ്റെ കയ്യിനും കാലിനും എല്ലാ ദിവസവും നോമ്പുണ്ടാകണം, പിടിച്ചു വെക്കണം. അരുതാത്തതിൽ നിന്ന് അവന് പിടിച്ചു വെക്കാൻ, അടക്കി വെക്കാൻ കഴിയണം. എങ്കിൽ യസൂമുന ഫീഹി അനി ശഹവാതി വൽ മുഹറമാത്ത്, എങ്ങനെയാണ് അവൻ പിന്നെ പിടിച്ചു വെക്കേണ്ടത്? അവൻ്റെ ദേഹേച്ഛകൾ, അവൻ്റെ തിന്മകളിൽ നിന്ന് അവൻ നോമ്പെടുക്കണം. അങ്ങനെയാണെങ്കിൽ അവന് മരണം വരുമ്പോൾ അവന് പ്രതീക്ഷയുണ്ടാകുമെന്ന് പണ്ഡിതന്മാർ നമ്മൾ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നോമ്പുകാരെ പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിക്കുകയാണെങ്കിൽ, നമ്മൾ നോമ്പെടുത്തു, ഇത് മാത്രമാണ് നമ്മുടെ പുണ്യം അല്ല. ഞാൻ പട്ടിണി കിടക്കുന്നില്ല, ഞാൻ വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഞാൻ എത്ര നേരം, എത്ര മണിക്കൂറുകൾ, 12 മണിക്കൂർ ഞാൻ നോമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിനപ്പുറം ഞാൻ എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ ദുനിയാവിൽ നോമ്പെടുത്തിട്ട് നമുക്കൊന്ന് വിശ്രമിക്കാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ, സഹോദരങ്ങളെ, വിശ്രമം ഈ ലോകത്തല്ല. നോമ്പുകാരനാണെങ്കിലും അവൻ്റെ കണ്ണും അവൻ്റെ കൈകളും അതുപോലെ തന്നെ അവൻ്റെ കൽബും കൊണ്ടുപോകേണ്ട കുറേ രംഗങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന്, അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഖുറാസാനിൽ നിന്ന് ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു ഫത്വ ചോദിക്കുന്നുണ്ട്, ഒരു സംശയം ചോദിക്കുന്നുണ്ട്. വലിയൊരു കാര്യമൊന്നുമല്ല ചോദിച്ചത്, ചെറിയൊരു കാര്യമാണ്. എന്താ പറയുക, മത്താ യജിദുൽ അബ്ദു തുഅമർ റാഹ, ഒരു മനുഷ്യൻ എപ്പോഴാണ് ഒന്ന് വിശ്രമിക്കാൻ, റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടുക എന്നാണ്. അപ്പം നമ്മുടെ പരാതി എന്താ? രാവിലെ നേരത്തെ നിൽക്കണം, അല്ലേ? അത്താഴം കഴിക്കണം, അത് പുണ്യമാണ്, ഓക്കെ. അത് കഴിഞ്ഞ് സുബഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കണം, അതിനു വേണ്ടി വന്നു. അത് കഴിഞ്ഞ് കുറച്ച് പ്രഭാത പ്രാർത്ഥനകൾ നമ്മൾ നിരതരായി. അത് കഴിഞ്ഞ് ഖുർആൻ എടുത്ത് ഓതി. അതുകൊണ്ട് നമ്മുടെ ദുനിയാവിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോയി. അത് കഴിഞ്ഞാൽ ഉച്ച സമയമാകുമ്പോൾ വീണ്ടും പള്ളിയിലേക്ക് മടങ്ങാൻ, വീണ്ടും നമ്മുടെ ദുനിയാവിൻ്റെ കാര്യത്തിലേക്ക് പോയാൽ അസറിന് വീണ്ടും പള്ളിയിലേക്ക് വരാൻ, അത് കഴിഞ്ഞ് വീണ്ടും പള്ളിയുമായി ബന്ധപ്പെടാൻ. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസത്തെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ വിശ്രമമില്ലാതെ നമ്മൾ യഥാർത്ഥത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കണം, അധ്വാനിച്ചുകൊണ്ടിരിക്കണം, ഒരു സംശയമില്ല. എങ്കിൽ ഈ മനുഷ്യൻ്റെ ചോദ്യം, എപ്പോഴാണ് ഒരു മനുഷ്യന് വിശ്രമിക്കാൻ സമയം കിട്ടുക എന്നാണ്. ഒരാൾക്കൊരു ദിവസം ഉറങ്ങാമെന്ന് വിചാരിച്ച് കിടന്നുറങ്ങാൻ പറ്റും? ഇല്ല. അവൻ എഴുന്നേൽക്കണം, നമസ്കാരമുണ്ട്, അല്ലേ? അള്ളാഹുവിനെ ദിക്റെടുക്കേണ്ട സമയങ്ങളുണ്ട്, അപ്പോൾ എഴുന്നേൽക്കണം. വിശ്രമമില്ല. ഇവിടെ അധ്വാനിക്കണം, പണിയെടുക്കണം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അതിന് കൊടുത്ത മറുപടി എന്താ പറയുക? ഇന്ദ അവ്വലി ഖദമിൻ യളഉഹാ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒന്നാമത്തെ കാല് കുത്തിയോ അതോടുകൂടി നീ വിശ്രമിച്ചോളൂ എന്നാണ്. ഇതല്ലാതെ ദുനിയാവിൽ നമുക്കൊരു വിശ്രമം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ റാഹത ലി മുഅ്മിനിൻ ഇല്ലാ ബിലിഖാഇ വജ്ഹി റബ്ബിഹി, ഒരു വിശ്വാസിക്ക് റാഹത്താകപ്പോഴാണ് അള്ളാഹുവിൻ്റെ മുഖം കാണുമ്പോൾ മാത്രമായിരിക്കുന്നത്. അപ്പോഴാണ് പൂർണ്ണമായ റാഹത്ത്, സമാധാനം അവന് കിട്ടുക. അതാണ് നോമ്പുകാരുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഹീന യൽഖാ റബ്ബഹു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നൽകുന്നതാണ്. സ്വർഗക്കാരെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച് നരകക്കാരെ നരകത്തിൽ പ്രവേശിപ്പിച്ച്, അല്ലേ? ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അള്ളാഹു ഒരു ആടിനെ കൊണ്ടുവരുന്നതാണ്, ഒരാടിനെ, 2 കൊമ്പുള്ള ആടിനെ. എന്നിട്ട് നരകക്കാരോട് ചോദിക്കും, സ്വർഗക്കാരോട് ചോദിക്കും, ഏതാ ആടെന്നറിയോ? ഈ ആട് മരണമാണ്. മരണത്തെ അള്ളാഹു ആടിൻ്റെ രൂപത്തിൽ കൊണ്ടുവന്നിരിക്കുക. നരകക്കാരോടൊരു ചോദ്യം, ഇതാരാണെന്ന് അറിയുമെന്ന്. സ്വർഗക്കാരോടും ചോദ്യം, ഇതാരാണ്? അവർ രണ്ടുപേരും ഒരുപോലെ മറുപടി കൊടുക്കും. കാരണം അവരാസ്വദിച്ച, അനുഭവിച്ച മരണമാണ് ഈ രൂപത്തിൽ വന്നു നിൽക്കുന്നത്. നമ്മളിപ്പോൾ ആലോചിക്കണം, എന്താ ഇത് ആർക്കോ സംഭവിക്കാറുള്ളതാണ്. ആ നരകക്കാരുടെ കൂട്ടത്തിൽ നമ്മളുണ്ടെങ്കിൽ
നമുക്ക് വരാനുള്ള സാധനം അത്. ആ സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽ നമ്മളുണ്ടെങ്കിൽ നമുക്ക് കാണാനുള്ള രംഗമാണ് അള്ളാഹു മുൻകൂട്ടി പറഞ്ഞു തരാൻ. അപ്പം അവർ പറയുന്നത് ഞങ്ങൾ ആസ്വദിച്ച് അനുഭവിച്ച മരണമാണ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് വിഭാഗത്തിൻ്റെ ഈ മുന്നിൽ വെച്ചിട്ട് ആ ആടിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറുക്കുമെന്നാണ്. എന്നിട്ട് സ്വർഗ്ഗക്കാരോട് പറയും നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക, ഇനി നിങ്ങൾക്ക് മരണമില്ല. നരകക്കാരോട് പറയും നിങ്ങൾ നരകത്തിൽ പ്രവേശിച്ചു കൊള്ളുക, ഇനി നിങ്ങൾക്ക് മരണമില്ല, നിങ്ങൾ ശാശ്വതരായി അവിടെ കഴിയുന്നവർ. എന്നിട്ട് സ്വർഗ്ഗക്കാരോട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തുരീദൂന ശൈഅൻ അസീദുക്കും, നിങ്ങൾക്ക് അധികമായി വല്ലതും വേണ്ടതുണ്ടോ? സ്വർഗം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? അതിൽ അധികം കിട്ടാനുള്ളത് എന്താ? എത്രത്തോളം നമ്മുടെ കർമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പകരമായി നൽകുന്നതാണോ സ്വർഗം? ഒരിക്കലുമല്ല. നമ്മുടെ ഒരു നോമ്പിൻ്റെ പകരം സ്വർഗം തൂക്കാൻ പറ്റുമോ? സ്വർഗം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്, അല്ല നമ്മുടെ കർമ്മത്തിൻ്റെ പകരമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തിയില്ലാതെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിയില്ലാതെ ഒരാൾ സ്വർഗത്ത് പോകില്ല. ഇത് കർമ്മത്തിന് അള്ളാഹു പകരം തുല്യമായി. അപ്പോൾ നമ്മൾ ജോലി എടുത്താൽ ശമ്പളം നൽകുന്നത് പോലെ നമ്മൾ ഇബാദത്ത് ചെയ്തിട്ട് അള്ളാഹു നൽകുന്നൊരു വരദാനമല്ല, അല്ലെങ്കിൽ അള്ളാഹു നൽകുന്നൊരു ശമ്പളമല്ല സ്വർഗം. അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൻ്റെ വിശാലതയാണ്. അതല്ല നമ്മുടെ കർമ്മങ്ങളും സ്വർഗവും തമ്മിൽ കൂട്ടി നമുക്ക് തട്ടിച്ചു നോക്കാൻ കഴിയില്ല. സ്വർഗത്തിലൊരു മുന്തിരിക്കൊല തന്നെ പറഞ്ഞ എന്താണ്? ഈ ഭൂമി ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും കഴിക്കാൻ അത് മാത്രം മതിയാകുമായിരുന്നു എന്നാണ്. ഈ സ്വർഗത്തിൽ കഴിയുന്ന ആളുകളോട് അള്ളാഹു ചോദിക്കുകയാണ് തുരീദൂന ശൈഅൻ അസീദുക്കും, നിങ്ങൾക്ക് അധികമായി വല്ലതും വേണ്ടതുണ്ടോ? അവർ പറയും സുബ്ഹാനല്ലാഹ്, അള്ളാഹുവേ നീ എത്ര പരിശുദ്ധനാണ്. അലം തുബയ്യദു വുജൂഹന, ഞങ്ങളുടെ മുഖത്തെ നീ പ്രകാശപൂരിതമാക്കിയില്ലേ? പരലോകത്ത് പല ആളുകളും കത്തിക്കരിഞ്ഞ കരിവാളിച്ച മുഖവുമായി പേടിച്ചിരുണ്ട് പരലോകത്ത് വരുമ്പോൾ ഞങ്ങളുടെ മുഖത്തെ നീ പ്രകാശപൂരിതമാക്കിയില്ലേ? വതുദ്ഖിൽന അൽ ജന്ന, ഈ പ്രവിശാലമായ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ? വതുനജ്ജിന മിനന്നാർ, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ? ഇനി ഞങ്ങൾക്ക് എന്താണ് അധികമായി വേണ്ടത് എന്നാണ്. ഫയുർഫഉൽ ഹിജാബ്, മറകൾ ഉയർത്തപ്പെടുന്നു എന്നാണ്. ഹദീസിൽ കാണാം ഒരു സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കാണാതിരിക്കാൻ 4 മറകളുണ്ട് എന്നാണ്. ആ 4 മറകളും ഉയർത്തപ്പെടുകയാണ്. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, തൻ്റെ രക്ഷിതാവിനെ കണ്ടുകൊണ്ട് സന്തോഷ നിർവൃതി അണിയുന്ന ചില മുഖങ്ങൾ നാളെ സ്വർഗത്തിലുണ്ട് എന്നാണ്. 14-ാം രാവിലെ പൂർണ്ണചന്ദ്രനെ എത്ര പരിപൂർണമായി പൂർണ്ണതയോടുകൂടി സന്തോഷത്തോടുകൂടി നമ്മൾ നോക്കിക്കാണുന്നുവോ അതിനേക്കാൾ പരിപൂർണമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഖത്തെ വിശ്വാസികൾ കാണുന്ന നിമിഷം പോറ്റി വളർത്തിയ അല്ലേ, ജീവിതം തന്ന് ജീവൻ തന്ന് നമ്മെ വളർത്തി വലുതാക്കി മരണം തന്ന് വിചാരണ തന്ന് നമ്മളെ കൊണ്ട് നടന്ന പടച്ചോൻ പ്രിയപ്പെട്ടവരെ നമുക്ക് മുന്നിൽ അവൻ്റെ മുഖത്തെ വെളിവാക്കുന്ന ദിവസം, ഇതാണ് നോമ്പുകാരന് കിട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ നോമ്പ് എന്ന് പറയുന്നത് ആ ലക്ഷ്യത്തിന് വേണ്ടിയാകണം, ആ ലക്ഷ്യത്തിന് വേണ്ടിയാകണം. ഒരിക്കലും ഒരു നഷ്ടബോധം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു പ്രയാസം കൊണ്ട് നോമ്പെടുത്തിട്ടാണല്ലോ എന്നൊരു തോന്നൽ പോലും നമുക്കുണ്ടാകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരലോകം ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ്, ഏറ്റവും വലിയ പ്രശ്നമാണ്. എന്തിനാണ് റമദാൻ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് മറുപടി പറയാൻ കഴിയും. ഒറ്റ വാക്കിൽ, പാപം പൊറുക്കാൻ, അല്ലേ? പാപം പൊറുക്കാൻ. ഈ പാപങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി, വേറൊന്നുമല്ല. നമുക്ക് തടി കൂടി, അതൊരു പ്രതിസന്ധിയാണോ? ദുനിയാവിലായിരിക്കാം, കുറച്ച് നീളമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് തൊലിപ്പുറം കറുത്തിട്ടാണ്, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയല്ല. ആരെങ്കിലും കേട്ടേക്കണോ തടി കൂടിയതിൻ്റെ പേരിൽ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടും, നരകം ആ മനുഷ്യന് വിധിക്കപ്പെടും? ഉണ്ടോ? ഇല്ല. ആ മനുഷ്യന് പട്ടിണി കിടന്നതുകൊണ്ട്, അല്ലെങ്കിൽ ആ മനുഷ്യന് സമ്പാദ്യമില്ലാത്തത് കൊണ്ട്, സമ്പാദ്യം ഇല്ലെങ്കിൽ ആ മനുഷ്യന് ഈ പണക്കാർ പ്രവേശിക്കുന്നതിൻ്റെ 500 വർഷം മുന്നേ സ്വർഗത്ത് പോകുന്നതാണ്. അപ്പോൾ ദുനിയാവിൻ്റെ വിഭവങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും പ്രയാസം കാണേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മുടെ തിന്മകളാണ്, നമ്മുടെ പാപങ്ങളാണ്. അതുകൊണ്ടാണ് ഒരു നോമ്പിൻ്റെ പ്രതിഫലം പറഞ്ഞപ്പോൾ അവിടെ കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു നൽകുമെന്ന വാഗ്ദാനം നൽകിയത്. താബിഈയായ മുഹമ്മദ് ബിൻ വാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഓരോ മനുഷ്യരുടെയും തിന്മക്കനുസരിച്ച്
അള്ളാഹു ഒരു ദുർഗന്ധം ഓരോ മനുഷ്യന് നൽകുകയാണെങ്കിൽ എൻ്റെ അടുത്തിരിക്കാൻ പിന്നെ ഒരാളെയും കിട്ടൂല എന്നാണ്. എങ്ങനെ? ഓരോ തിന്മക്കനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോ ദുർഗന്ധം നൽകുകയാണ് വിചാരിക്കുക. ഒരു തിന്മ ചെയ്യുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോൾ, തെറ്റെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ കണ്ണുകൊണ്ടൊരു വൃത്തികേട് കാണണമെന്ന് മാത്രമല്ല, പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തിട്ട് നമസ്കരിക്കാതിരിക്കലും തിന്മയാണ് അല്ലേ? ഇതേപോലെ എന്തെല്ലാം തിന്മകൾ അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നുണ്ട്. ആ തിന്മക്കനുസരിച്ച് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഓരോ ദുർഗന്ധം നൽകുകയാണ്. ആ ദുർഗന്ധം നൽകുകയാണെങ്കിൽ നമ്മുടെ പരിസരത്തിരിക്കാൻ പിന്നെ വേറെ ആരാണ് ഉണ്ടാകുക? അതുകൊണ്ട് ഇബ്നു ജൗസി റഹിമഹുള്ളയോട് ചോദിക്കുന്നുണ്ട്, തെറ്റ് ചെയ്ത അടിമകൾക്ക് സുബ്ഹാനല്ലാഹയാണോ നല്ലത്, അസ്തഗ്ഫിറുല്ലാഹയാണോ നല്ലത് എന്ന്. അദ്ദേഹം അതിന് മനോഹരമായൊരു മറുപടി കൊടുത്തു. ചളി പുരണ്ട വസ്ത്രത്തിൽ സോപ്പാണ് നല്ലത് അത്തറിനേക്കാൾ. അല്ലേ? ചളി പുരണ്ട വസ്ത്രത്തിൽ സോപ്പാണ് നല്ലത് അത്തറിനേക്കാൾ. അപ്പോൾ റമദാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത് എന്താണ്? സുബ്ഹാനല്ലാഹ് വേണ്ടെന്നല്ല, അതിനേക്കാൾ കൂടുതൽ നമ്മൾ ആവർത്തിക്കണം അസ്തഗ്ഫിറുല്ലാഹ് എന്നാണ്. കാരണം ഇത് ചളി ആദ്യം പോകണം, എന്നിട്ടാണ് അത്തറ് പുരട്ടിയാൽ അതിന് ഭംഗി ഉണ്ടാകുള്ളൂ, അതിന് സുഗന്ധം ഉണ്ടാകുള്ളൂ, അത് നിലനിൽപ്പുണ്ടാകുള്ളൂ. സുബ്ഹാനല്ലാഹ് എന്നത് സുഗന്ധമാണ്, അസ്തഗ്ഫിറുല്ലാഹ് എന്നത് സോപ്പാണ്, കഴുകാൻ, ഹൃദയം കഴുകാനുള്ളത്. അപ്പോൾ നമ്മുടെ തിന്മകൾക്കനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കിത് ഗന്ധം നൽകിയാൽ നമ്മുടെ പരിസരത്ത് ആരെങ്കിലും ഉണ്ടാവും? അള്ളാഹു നമ്മുടെ എല്ലാ രഹസ്യങ്ങളും ഒരു മറക്കപ്പുറത്തേക്ക് വെച്ചിരിക്കാൻ അള്ളാഹു പറയാണ്, നിങ്ങൾ നന്മകൾ ചെയ്താൽ ആ പാപങ്ങൾ ഞാൻ നിനക്ക് പുറത്തു തരാം. എല്ലാ നന്മകളുടെയും പ്രതിഫലം പാപം പൊറുക്കലുമായി തട്ടാതെ കടന്നു പോകാറില്ല. ഒരാൾ ഉളുവെടുത്ത് പള്ളിയിലേക്ക് വന്നാൽ ഓരോ കാലടിക്കനുസരിച്ച് അവൻ്റെ പാപങ്ങൾ പുറത്തു തരാണ് അല്ലേ? വധുവെടുക്കുമ്പോൾ വധുവിലൂടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. ഓരോ നമസ്കാരങ്ങൾക്കിടയിൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. ഇപ്പോൾ നമ്മൾ അസ്ർ നമസ്കരിച്ചു, മഗ്രിബ് നമസ്കരിച്ചു, ഇതിനിടയിലുള്ള പാപങ്ങൾ അല്ലാഹു പുറത്തുതരാണ്. ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപം പുറത്തുതരാണ്. റമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ പാപങ്ങൾ പുറത്തുതരാണ്. ഇതിനെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അള്ളാഹ്ക്കറിയാം മനുഷ്യൻ്റെ പ്രകൃതം എന്നുള്ളത് തെറ്റ് ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ഓരോ നോമ്പിൻ്റെയും പ്രതിഫലം പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നോമ്പിനെ നോമ്പായി തന്നെ കാണാൻ നമുക്ക് കഴിയണം. അതിനെ കൃത്യമായി നമ്മൾ എടുക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഒരു നോമ്പ് നഷ്ടപ്പെടുത്തരുത്. ചില ആൾക്കാരെ കണ്ട് 15 ദിവസം കഴിഞ്ഞാൽ ഒരു ദിവസം റെസ്റ്റ്, എന്താ ഇനിയിപ്പോൾ 15 ദിവസം കഴിയില്ലേ? അങ്ങനെയാണ് റസൂലുള്ളാഹി പറഞ്ഞു, നരകത്തിൽ ചില കാഴ്ച കണ്ടു. ചില മനുഷ്യരെ തല കീഴ്മേലാക്കിയിട്ടിരിക്കുകയാണ്. അവരുടെ കാലുകളിൽ, അവരുടെ ഞെരിയാണിയുടെ ഭാഗത്ത് കൊളുത്തുകളിട്ട് വലിച്ചിട്ടുണ്ട്. അവരുടെ ചിറിയിലൂടെ രക്തം ഒലിക്കും. തല കീഴ്മേലാക്കി കൊളുത്തിട്ട് അവരുടെ ചിറിയിലൂടെ രക്തം ഒലിക്കുന്നുണ്ട്. കൊളുത്തുകളിട്ട് ഈ ഭാഗം വലിച്ചിരിക്കുകയാണ്. ആരാണ് അവർ? നോമ്പിനെ പാഴാക്കിയവരാണെന്ന്. നോറ്റ് വീട്ടാലെന്നാണ്. റമളാൻ നോമ്പ് പ്രിയപ്പെട്ടവർ റമളാൻ മാത്രമേ കിട്ടുള്ളൂ, അത് നോറ്റ് വീട്ടാൻ കഴിയില്ല. ഒരു ഉദാഹരണത്തിന് ഹജ്ജാജ് ബിൻ യൂസുഫ് അസ്-സഖഫി എന്ന് പറയുന്ന അരുൺ റളിയല്ലാഹു അൻഹു എന്ന് പറയേണ്ട വളരെ മോശപ്പെട്ടൊരു മനുഷ്യനാണ്. കൊടും ക്രൂരതകൾ ചെയ്ത വ്യക്തിയാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹയുടെ മകനാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ ഒരു യുദ്ധത്തിൽ കൊലപ്പെടുത്തുന്ന ക്രൂരനായ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന സഖീഫ് ഗോത്രത്തിലെ രക്തക്കുടിയനായ വ്യക്തിയാണ്. ഭയങ്കര അഹങ്കാരിയാണ്, വാള് കൊണ്ട് സംസാരിക്കുന്ന ആളാണ്. ഒരിക്കൽ അദ്ദേഹം ഒരു യാത്ര പോകുന്നുണ്ട്. ഈ യാത്ര പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി തൻ്റെ അനുയായികളോട് അദ്ദേഹം കൽപ്പിച്ചു. തീർച്ചയായും ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു റോയൽ ഫുഡായിരിക്കും. സർവ്വ സൈന്യാധിപനാണ്, ആ നാട്ടിലെ ഏറ്റവും വലിയ ഭരണാധികാരിയാണ്. അപ്പം അദ്ദേഹത്തിന് വേണ്ടി ഇവർ ഒരു രാജകീയമായ റോയൽ ഫുഡ് അവർ പാകം ചെയ്തു. അത് നല്ല ആടിൻ്റെ മാംസമുണ്ട്, ഒട്ടകത്തിൻ്റെ മാംസമുണ്ട്, ഒലീവുണ്ട്, റൊട്ടിയുണ്ട്, എല്ലാ വിഭവസമൃദ്ധമായ ഭക്ഷണം. അപ്പോൾ എത്ര മോശപ്പെട്ട അറബിയാണെങ്കിലും അവർക്കെന്തുണ്ടാവും? കുറച്ച് നല്ല സ്വഭാവം ഉണ്ടാവും. അതിൽ പെട്ടതായിരുന്നു ഇദ്ദേഹം ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കില്ല, ആരെങ്കിലും കൂടെ കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അന്ന് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരുത്തണമെങ്കിൽ അദ്ദേഹം ഇതുപോലെ ആരെങ്കിലും ആവണ്ടേ? തൻ്റെ അനുയായികൾ നാട് മൊത്തം അന്വേഷിച്ചപ്പോഴും ആ വഴിയിൽ ഇങ്ങനെ അന്വേഷിച്ചപ്പോഴും ആരെയും കിട്ടിയില്ല. അവസാനം ഒരു അറാബിനെ കിട്ടി.
അറാബി എന്ന് പറഞ്ഞാൽ ഗ്രാമീണനാണ്. ഇദ്ദേഹത്തിനാണെങ്കിൽ എവിടെ എന്തു പറയണം, എങ്ങനെ പെരുമാറണം അറിയാത്തൊരു വ്യക്തിയാണ് ആര്, ഈ അറാബികൾ എന്ന് പറഞ്ഞാൽ. അവർ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ആളാണ്. ഓരോ സദസ്സിലും വന്നിരുന്നാൽ വേഗം അടിച്ച് തിന്നിട്ട് വേഗം പോകും. അങ്ങനത്തെ ആൾക്കാരാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് നോക്കൂല. ഒറ്റ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ മൂത്രയിച്ച് തരാം അറാബിയാണ്. അപ്പോൾ സ്വഹാബികൾ അദ്ദേഹത്തെ പേടിപ്പിക്കുന്നുണ്ട്. ഏയ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ മനുഷ്യൻ മൂത്രയിച്ചോട്ടെ എന്നാണ്. കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി തിരുത്തി കൊടുത്തത്, ഇത് പള്ളിയാണ്, ഇത് ഇബാദത്തിന്റെ സ്ഥലമാണ്, ഖുർആന്റെയും നമസ്കാരത്തിൻ്റെയും സ്ഥലമാണ്, അതുകൊണ്ട് ഇവിടെ നിങ്ങൾ മൂത്രയിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അറാബി ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. അള്ളാഹുവേ, എനിക്ക് നീ കാരുണ്യം നൽകണേ, ഈ മുഹമ്മദിനും കൊടുക്കണേ, മറ്റൊരാൾക്കും കൊടുക്കരുതേ എന്നാണ്. ഏതാൾക്കാർ? സ്വഹാബികളാണ്. റസൂലുള്ളാഹി ഇങ്ങനെ പോകുമ്പോൾ ഒരു അറാബി പിടിച്ചു വലിക്കണം. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പിടിച്ചു വലിക്കുക, തുണി പിടിച്ചു വലിച്ച്. റസൂലുള്ളാഹിൻ്റെ പെരടിയിൽ അതിൻ്റെ പാട് വന്നു, ചോരപ്പാട് വന്നു. എന്നിട്ട് പറയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് നൽകിയതിൽ നിന്ന് താങ്കൾ എന്നെ സഹായിക്കണം എന്ന്. സഹായം ചോദിച്ചത് അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോൾ പിടിച്ച് ഷർട്ടൊക്കെ പിടിച്ച് വലിച്ച് നമ്മളെ പർദ്ദൊക്കെ പിടിച്ച് വലിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് സഹായം തരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ജന്മം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യില്ല, ഇങ്ങനെ സഹായം മൂപ്പര് വേറെ ആരോടും ചോദിക്കില്ല. അങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യും അല്ലേ? ഇത് അറാബികളുടെ ഒരു പ്രകൃതമാണ്. അവരങ്ങനെ ഗ്രാമീണരാണ്. ഇതേപോലെയാണ് മറ്റൊരു അറാബി വന്നിട്ട്, നബി എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ചു തരുന്നതാണ്, എനിക്കുപകാരമുള്ള കാര്യം. റസൂലുള്ളാഹി പറഞ്ഞു, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ, ഇത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞയച്ചു. ഇദ്ദേഹം ഇങ്ങനെ വിരലിൽ എണ്ണിയിട്ട് തിരിച്ചു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച്, അള്ളാഹു നീ എത്ര പരിശുദ്ധനാണ്, അൽഹംദുലില്ലാ അള്ളാഹു നിനക്കാണ് സർവ്വസ്തുതിയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു നീ അല്ലാതെ ആരാധനക്കറിയില്ല, അല്ലാഹു അക്ബർ അള്ളാഹു നീയാണ് ഏറ്റവും വലിയവൻ. ഇതൊക്കെ ഇപ്പോൾ റബ്ബിനെ കുറിച്ചല്ലേ, എനിക്കിതിലൊന്നുമില്ലല്ലോ. അറബി ചിന്തിച്ചാണ്. നേരെ മടങ്ങി വന്ന റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, ഇതെല്ലാം അള്ളാഹിനെ കുറിച്ചല്ലേ, ഇതിൽ എനിക്കെന്താ ഉള്ളത്? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുമ്മ ഗഫിർലി അല്ലാഹുമ്മ റഹംനി അല്ലാഹുമ്മ ർസുഖ്നി എന്നീ പ്രാർത്ഥിച്ചോളൂ എന്നാണ്. അപ്പോൾ സമാധാനമായി. മൂപ്പർക്കുള്ളതാണ്. അള്ളാഹു എനിക്ക് നീ കാരുണ്യം നൽകണേ, എനിക്ക് നീ പുറത്ത് നൽകണേ, എനിക്ക് നീ ഉപജീവനം നൽകണം. അപ്പോൾ സമാധാനമായി. അപ്പോൾ ഈ അറാബിനെ ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ മുന്നിൽ കൊണ്ടുവന്നാൽ, ആ കൂട്ടത്തിൽ ഒരാളെ കൊണ്ടുവന്ന് എങ്ങനെ ഉണ്ടാവും? അറാബിനെ കൊണ്ടുവന്നവർ ഹജ്ജാജ് ബിൻ യൂസുഫ് ഇദ്ദേഹത്തിൻ്റെ വരവ് കണ്ട പറഞ്ഞു, ഹലിമു താങ്കൾക്ക് സ്വാഗതം, ആദരണീയനായ എൻ്റെ കൂടെ ഇരുന്ന് താങ്കൾ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അറാബി അത് വലിയ കാര്യമായിട്ട് കാണും വിചാരിച്ചിട്ട് ഹജ്ജാജ് പറഞ്ഞതാണ്. അപ്പോൾ ഈ അറാബി പറയാണ്, താങ്കളെക്കാൾ ആദരണീയനായൊരു വ്യക്തി എന്നെ ഒരു ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണെന്നാണ്. അപ്പോൾ ഹജ്ജാജ് വിചാരിച്ചത് ഇപ്പം എന്താ, ആരാണ് എന്നേക്കാൾ സമാദരണീയനായ മഹത്വമുള്ളൊരു വ്യക്തി ഈ നാട്ടിലുള്ളത്? ആരാന്ന് ചോദിച്ചു. അറാബി പറഞ്ഞു, അള്ളാഹുവാണ്, അവൻ എന്നെ ക്ഷണിച്ചിരിക്കുകയാണ് ഒരു സദ്യയിലേക്ക്, അതുകൊണ്ട് ഞാൻ ഇന്ന് നോമ്പുകാരനാണ്. അറാബി. അപ്പോൾ ഹജ്ജാജ് ബിൻ യൂസുഫ് ചോദിച്ചു, ഈ ചുട്ടുപൊള്ളുന്ന വെയിലിൽ, കഠിനമായ ചൂടിൽ അറബി താങ്കൾ എന്തിനാ നോമ്പെടുത്തിരിക്കുന്നത്? അറാബി പറഞ്ഞ വാചകം എന്താ അറിയോ? സുംതു ലിയൗമിൻ അശദ്ദു മിൻഹു ഹുർറ, ഇതിനേക്കാൾ ചൂടേറിയ ഒരു ദിവസം എനിക്ക് വരാനുണ്ട് എന്നാണ്. അപ്പോൾ ഹജ്ജാജ് വീണ്ടും പറഞ്ഞു, എങ്കിൽ അറബി ഇന്ന് മുറിച്ചിട്ട് നാളെ എടുത്തു എന്ന് പറഞ്ഞു. ഇന്ന് മുറിച്ചിട്ട് നാളെ എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അറബി പറയാണ്, അവ യളുമനിൽ അമീറു അന്നഈശ ഇലൽ ഗദ്, ഞാൻ നാളെ ജീവിക്കും എന്നതിനൊരു ഉറപ്പ് നൽകിയാൽ ഞാൻ ഇന്ന് മുറിക്കാം. വെയിലാന്ന് പറഞ്ഞപ്പോൾ ഇതിനേക്കാൾ വെയിലുള്ള ദിവസം വരാണ്ടതാണ്. നന്ന് മുറിച്ച് നാളെ എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ പറയാണ്, നാളെ ജീവിക്കും എന്നതിന് ഉറപ്പ് തന്നാൽ, ഞാൻ മരിക്കില്ല എന്ന് ഉറപ്പ് തന്നാൽ ഞാൻ എടുക്കാം. അപ്പോൾ ഹജ്ജാജ് പറഞ്ഞു, അതും എനിക്ക് ഉറപ്പ് തരാൻ കഴിയില്ല. ആ സമയത്ത് ഹജ്ജാജ് പറഞ്ഞു, അറാബി നോക്കി, വിഭവസമൃദ്ധമായ ഭക്ഷണം, താങ്കൾക്കൊന്നും ജീവിതത്തിൽ കണി കാണാൻ കിട്ടാത്ത ഭക്ഷണമാണിത്, ഇതിൽ മാംസമുണ്ട്, ഒലീവുണ്ട്, ഹുബുസുണ്ട്, റൊട്ടിയുണ്ട്, ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അറാബി പറയാണ്, ഈ തുച്ഛമായ ഭക്ഷണം കാണിച്ചിട്ടാണോ താങ്കൾ എൻ്റെ നോമ്പ് മുറിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്? എൻ്റെ റബ്ബിൻ്റെ അടുക്കലുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ എത്രയോ ഉന്നതമാണ്, അതുകൊണ്ട് ഞാൻ നോമ്പ് മുറിക്കണം, പ്രശ്നമില്ല എന്ന്. അവസാന ഹജ്ജാജ്, ക്രൂരനായ ഹജ്ജാജ് പറയുന്നു, വല്ലാഹി അള്ളാഹു തന്നെയാണ് സത്യം, ഇങ്ങനത്തൊരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. അപ്പം ഈ അറാബികളെന്ന് ഞാനൊരു മുഖവുര തന്ന് ഈ അറാബിയിലേക്ക് ചരിത്രം കൊണ്ടുപോയപ്പോൾ സഹോദരങ്ങളെ, ഒരു അറാബി പോലും നോമ്പിനെ കണ്ട രൂപം എങ്ങനെയാണ്? ഇന്നത്തെ നോമ്പ് എന്നേ കിട്ടുള്ളൂ. അതാണ് ഒന്നാമത്. ഇന്നത്തെ നോമ്പ് എന്നേ കിട്ടുള്ളൂ. നാളേക്ക് ചിലപ്പോൾ നമുക്ക് ഭാഗ്യം കിട്ടിക്കൊള്ളുന്നില്ല.
നമ്മുടെ വീട്ടിലെ മെമ്പർമാരുടെ എണ്ണം നമ്മൾ നോക്കി നോക്കി, കുറേ കുറഞ്ഞിട്ടുണ്ട്. പള്ളി മഹലിലെ ആളുകളുടെ എണ്ണം നമ്മൾ നോക്കി നോക്കി, കുറേ ആളുകൾ കുറഞ്ഞിട്ടുണ്ട്. ഈ റമളാൻ്റെ പടിവാതിൽക്കലെത്തിയിട്ട് അള്ളാഹു പിടിച്ച മനുഷ്യന്മാരുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ നോമ്പ് നമുക്ക് ഇന്നേ കിട്ടുള്ളൂ. ഇത് ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരില്ല, ഒരിക്കലും കിട്ടൂല. ഈ റമളാൻ്റെ ഈ 3-ാമത്തെ ദിവസം പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര ആഗ്രഹിച്ചാലും അതിലേക്ക് ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്ത് നിറച്ചു പോകാൻ കഴിയില്ല. അത്താഹു സലമ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, അദ്ദേഹം പുതപ്പ് കച്ചവടക്കാരനാണ്. പുതപ്പ് ഇങ്ങനെ വിരിച്ച് അങ്ങാടിയിൽ കച്ചവടം നടത്തുമ്പോൾ കുറച്ച് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ പുതപ്പ് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് പറഞ്ഞു, ഇതിൽ ന്യൂനതയുണ്ടല്ലോ, കുറവുണ്ടല്ലോ, ഇതിൽ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് അദ്ദേഹത്തിൻ്റെ പുതപ്പ് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് അതിൻ്റെ കുറവുകൾ പറഞ്ഞു. അത്താഹു സലമ റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ കരയുക ചെയ്തത്. ആളുകൾ പറഞ്ഞു, താങ്കൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതല്ല, താങ്കൾ ഈ പുതപ്പ് നന്നായി നെയ്ത് പഴയതുപോലെ അല്ലെങ്കിൽ നല്ല ഭംഗിയിൽ നെയ്ത് താങ്കൾ ഇത് കച്ചവടം ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്, അതല്ലാതിൻ്റെ കുറവ് പറഞ്ഞതല്ല, കരയാൻ വേണ്ടി പ്രയാസപ്പെടുത്തിയതല്ല. അത്താഹു സലമ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം എന്താ അറിയോ? ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ പുതപ്പിൻ്റെ വിഷയത്തിലല്ല എൻ്റെ കണ്ണ് നനഞ്ഞത്, ഞാൻ എൻ്റെ പരലോകം ഒന്ന് ആലോചിച്ചു പോയി. നാളെ പരലോകത്തെത്തിയിട്ട് എൻ്റെ നമസ്കാരവും എൻ്റെ നോമ്പും എൻ്റെ സ്വതക്കകളും എൻ്റെ എല്ലാ അമലുസ്വാലിഹാത്തുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല വിരിച്ചിട്ടിട്ട് ഇതിൽ ഇന്ന കുറവുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും അത് നന്നാക്കി തിരിച്ചു വരാൻ കഴിയില്ല. കഴിയോ സഹോദരങ്ങൾ? നമ്മുടെ നോമ്പിലെ എന്തെങ്കിലും ഒരു പോരായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നികത്താൻ അവസരമില്ല. ഒരു നമസ്കാരത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ നികത്താൻ നമുക്ക് അവസരമില്ല പരലോകത്തെത്തിയാൽ. അദ്ദേഹം പറയണം, അതാണ് എന്നെ കരയിപ്പിച്ച കാര്യം എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു ദിവസം പ്രിയപ്പെട്ടവരെ കൃത്യമായ പ്ലാനിങ് ആയിരിക്കണം. റമളാൻ്റെ ഓരോ ദിവസവും പ്ലാനിങ് ആയിരിക്കണം. ഈ റമളാൻ കഴിയുമ്പോൾ ജീവിതത്തിൽ ഓർക്കാനുള്ള മനോഹരമായ സുന്ദരമായ നിമിഷങ്ങൾ നെയ്തെടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവേ, 1-ാമത്തെ ദിവസം ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട്, 2-ാമത്തെ ദിവസം ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട്. ത്വൽഖ് ബിൻ ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹി താബിഇയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നിയ്യത്ത് എന്താണെന്ന് വെച്ചാൽ, റമളാനിൽ എല്ലാ ദിവസവും സ്വതക്ക കൊടുക്കും. ഒരു നിയ്യത്താക്കി ഒരു ദിവസം സ്വതക്ക കൊടുക്കാൻ വേണ്ടി വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ വീട്ടിലൊന്നുമില്ല. അവസാനം അദ്ദേഹം ഭക്ഷണം കൂട്ടി വെച്ച ഭാഗത്ത് പോയി നോക്കിയപ്പോൾ അവിടെ ആകെ അന്ന് അവശേഷിക്കുന്നത് ഒരു ഉള്ളിയാണ്. ആ ഉള്ളി എടുത്ത് അദ്ദേഹം അങ്ങാടിയിലിറങ്ങി അത് പൊക്കിപ്പിടിച്ച് വിളിച്ചു ചോദിച്ചു, ഈ ഉള്ളി ആവശ്യമുള്ള ആരെങ്കിലും ഈ അങ്ങാടിയിലുണ്ടോ എന്ന്. റമളാനാണ്. ഒരു ഉള്ളി കൊടുത്തിട്ടെങ്കിലും ഒരു ദിവസത്തിൽ ഒരു നന്മ, ഒരു സ്വതക്ക നടക്കണമെന്ന് തീരുമാനിച്ചവർ. ഒരു 30 രൂപ മതി പ്രിയമുള്ളവരെ, ഒരു 30 രൂപ ഒരു നോമ്പ് തുറയുടെ പ്രതിഫലം നമുക്ക് വാങ്ങാൻ. വിസ്ഡം സ്റ്റുഡൻസ് വഴിയാത്രക്കാർക്ക് വേണ്ടി നോമ്പ് തുറ സംഘടിപ്പിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട വെള്ളവും അത്യാവശ്യം വേണ്ട ചില ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കും. 30 രൂപയുള്ളൂ. നമ്മളെ ഗൂഗിൾ പേ എന്നൊരു 30 രൂപ പോയാൽ ഒരു ദിവസം 30 പോയാൽ നമ്മൾ അറിയുന്നുണ്ട് ഇല്ല, ഒരു ദിവസം എത്ര നമ്മൾ ചിലവാക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ നോമ്പ് തുറയുടെ കൂടെ മറ്റുള്ളവൻ്റെ ഒരു പ്രതിഫലം കൂടി വാങ്ങിച്ചെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്കെന്തുകൊണ്ട് മനസ്സിലില്ല? നമ്മളെപ്പോഴാണ് സ്വതക്ക ചെയ്യൽ? ആലോചിച്ച് നോക്കി. ആരെങ്കിലും ചോദിച്ചു വരുമ്പോഴാണ് നമ്മൾ സ്വതക്ക. ഞാൻ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പ്രയാസം, നമ്മളെ വിചാരണ ചെയ്യാൻ വേണ്ടി പറയാം, നമ്മളെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി പറയാം, ആർക്കൊരു പ്രയാസമായി തോന്നരുത്. നമ്മളെപ്പോഴാണ് നമ്മൾ സ്വതക്ക ചെയ്യും? ഒരു പള്ളിയിൽ നിന്ന് ഒരു അനൗൺസ്മെൻറ്റ് വരുന്ന പള്ളി പരിപാലന ഫണ്ടുണ്ട്, അപ്പോൾ അവിടെ കൊടുക്കും. ഒരു പാവപ്പെട്ട രോഗി അവിടെ ഉണ്ട്, അതിന് കൊടുക്കും. ഒരാൾക്ക് വീട് വെക്കാനൊരു പൈസ ഉണ്ട്, അതിന് കൊടുക്കും. ഇതല്ലാതെ നമ്മളറിഞ്ഞ് നമ്മൾ കണ്ടെത്തിയിട്ട് എത്ര ആളുകൾ നമ്മളെ കയ്യിൽ നിർത്തി കൊടുക്കാറുണ്ട്? നമ്മൾ എത്ര ആളുകൾ അങ്ങനെ സഹായിച്ചിട്ടുണ്ട്? രഹസ്യമായി തെറ്റ് വന്നാൽ രഹസ്യമായി നന്മ ഉണ്ടാകണം എന്നാണ് പറഞ്ഞ പണ്ഡിതന്മാർ. രഹസ്യമായി തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രഹസ്യമായ നന്മകൾ നിങ്ങൾക്ക് ഉണ്ടാവണം. മഹാന്മാരായ പണ്ഡിതന്മാർ പലരും മരിച്ചിട്ടാണ് അവരുടെ നന്മ ലോകം അറിഞ്ഞിട്ടുള്ളത്. അതിൽപ്പെട്ട പണ്ഡിതനാണ് സൈനുൽ ആബിദീൻ റഹിമഹുല്ലാ. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ 2 മുതുകിലും നല്ല തഴമ്പ് കണ്ട്. അപ്പം ഇദ്ദേഹം ഒരു ചുമട്ട് തൊഴിലാളിയല്ല, അല്ലെങ്കിൽ ഭാരമേറി എന്തെങ്കിലും വഹിച്ചു പോകുന്നൊരു വ്യക്തിയല്ല, അങ്ങനെ ഭൗതികമായി എന്തെങ്കിലും ഒരു പണി ചെയ്യാത്ത ഒരാളാണ്. അൽ ആബിദായ
ദുനിയാവിനോട് നല്ല വിരക്തിയുള്ളൊരു മനുഷ്യനാണ്. ഇദ്ദേഹം മരിച്ചപ്പോൾ 2 ഭാഗത്തും ചുമലിൽ ഇവർ തഴമ്പ് കണ്ടപ്പോൾ ആർക്കൊന്നും മനസ്സിലായില്ല. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ മദീനയിലെ തെരുവുകളിലേക്ക് പാവപ്പെട്ട ആളുകൾ ഇറങ്ങാൻ തുടങ്ങി. കുട്ടികളും സ്ത്രീകളും വൃദ്ധരടക്കം തെരുവിലേക്ക് ഇറങ്ങി. അവർ പറഞ്ഞു, കുറേ ദിവസങ്ങളായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞങ്ങൾ പട്ടിണിയില്ല, ഞങ്ങളെ വീട് അടുപ്പ് പുകയുന്നില്ല. അപ്പോൾ ആളുകൾ അന്വേഷിച്ചു, എങ്ങനെയായിരുന്നു ഇത്ര കാലം നിങ്ങൾ കഴിഞ്ഞിരുന്നത്? അവർ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വിശന്നൊട്ടിയ വയറുമായി ഉറങ്ങിയാലും രാവിലെ പ്രഭാതത്തിൽ നോക്കുമ്പോൾ നല്ല വലിയ ഗോതമ്പിൻ്റെ ചാക്കുകൾ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ആരോ രാത്രി കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരിക്കും. ആരാണ് ഞങ്ങൾക്കറിയില്ല. അന്ന് ലോകം മനസ്സിലാക്കി, അന്ന് ചരിത്രം മനസ്സിലാക്കി. മഹാനായ സൈനുൽ ആബിദീൻ റഹിമഹുല്ലയാണ് ആരും അറിയാതെ വലിയ വലിയ ഗോതമ്പിൻ്റെ ഭാരമേറിയ ചാക്കുകൾ ഓരോ പാവപ്പെട്ട മനുഷ്യരുടെ വീടിൻ്റെ മുന്നിലേക്കും കൊണ്ടുപോയിട്ട് അവരുടെ പട്ടിണി മാറ്റിയത് എന്ന്. ഫോട്ടോ എടുക്കുന്നിടത്ത് കൊടുക്കലല്ല സ്വതക്ക, 4 ആൾ പേര് വായിക്കുന്നിടത്ത് കൊടുക്കലല്ല സ്വതക്ക. രഹസ്യമായി കൊടുക്കുമ്പോൾ അത് നമ്മുടെ ഈമാനിൻ്റെ അളവാണ്, അത് നമ്മുടെ ഈമാൻ അളക്കാനുള്ളതാണ്. ഒരു മനുഷ്യൻ ദുനിയാവിൻ്റെ ആളാണോ പരലോകത്തിൻ്റെ ആളാണോ എന്നറിയാൻ ഒരു വഴി പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും നൽകുമ്പോൾ, ഈ റമദാൻ നമുക്കൊരാളൊരു ഗിഫ്റ്റ് നൽകാൻ ഒരു 1 കിലോനുള്ള ഈത്തപ്പഴം നമുക്ക് വാങ്ങിത്തന്നു, ഞങ്ങൾ കൊണ്ടേക്ക് പുറത്ത് കൊണ്ട് ഒരു സന്തോഷം ഉണ്ടാവും. നമുക്കൊരാളൊരു ഗിഫ്റ്റ് നൽകാൻ ഒരു സന്തോഷം ഉണ്ടാവും. നമ്മുടെ സഹോദരൻ ഗൾഫിൽ നിന്ന് വന്ന് എന്തെങ്കിലും ഒരു അത്തറിൻ്റെ കുപ്പി നമുക്ക് തന്ന് ഒരു സന്തോഷം ഉണ്ടാവും. മനുഷ്യ സഹജമാണ്, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. പണ്ഡിതന്മാർ പറയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴാണോ സന്തോഷം കൂടുതൽ, അതല്ല നിങ്ങൾ കൊടുക്കുമ്പോഴാണോ നിങ്ങൾക്ക് സന്തോഷം കൂടുതൽ എന്നാണ്. കൊടുക്കുമ്പോഴാണെങ്കിൽ നിങ്ങൾ പരലോകത്തിൻ്റെ ആളുകളാണ്, കിട്ടുമ്പോഴാണെങ്കിൽ നിങ്ങൾ ദുനിയാവിൻ്റെ ആളുകളാണ്. ഒരു 100 രൂപ കൊടുത്തിട്ട് 50 കൊടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അറിയില്ല, മനസ്സിലാവുന്നു. പൂർവികർ ഖുർആൻ ഓതുമ്പോൾ ആരെങ്കിലും വന്നാൽ വേഗം അടച്ചു വെക്കും, മനസ്സിലെന്ത് വരരുത്, ഞാൻ ഒരു ഖുർആൻ ഓതുന്ന ആളാണ് എന്ന് തോന്നരുത്, മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ നമ്മളെല്ലാവരും ഇനി ഖുർആൻ ഓതിയിട്ട് അടച്ചു വെക്കണം എന്നല്ല, അവരത്രത്തോളം സൂക്ഷ്മത പാലിച്ചു, കാണിക്കാനല്ല, പുറംപോച്ചിനല്ല. അല്ലേ? നമ്മളിപ്പോൾ ഇങ്ങനെ തറാവീന് വന്നവന് ലിസ്റ്റ് എടുക്കുക, എന്താ അവൻ വരാഞ്ഞ് ഇപ്പം വരാഞ്ഞ്, നമ്മളാരും വരാനല്ല. ഇനി 15 കഴിഞ്ഞാൽ കുറേ ആൾക്കാർ പോകും, ഇവിടെ നിന്നൊക്കെ റിട്ടയർഡ് ചെയ്ത് രാജിവെച്ച് കുറേ ആൾക്കാർ പോകും. അവർ പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കലാണ്. അല്ലേ? നമ്മൾ 60 വയസ്സിലാണ് പെൻഷൻ കൂട്ടിയതുകൊണ്ട് നമ്മൾ 30 ദിവസം തന്നെ നമ്മൾ ഉണ്ടാവും എല്ലാവരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്കിത് എന്തിനാണ്? നമ്മുടെ തഖ്വ. ഇപ്പോൾ നോമ്പിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തഖ്വയാണ്. തഖ്വ ഏറ്റവും ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കർമ്മം നോമ്പിനേക്കാൾ മറ്റു വേറൊന്നുമില്ല. ഒരാൾ നമസ്കരിക്കുകയാണ് വിചാരിക്കുക, 2 ആളിൽ തഖ്വ നമുക്ക് അളക്കാൻ കഴിയില്ല. ഒരേപോലെ ഒരേ ഇമാമിൻ്റെ പുറകിൽ ഒരുപോലെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി, ഒരുപോലെ ഫാത്തിഹ കാമീം പറഞ്ഞ്, ഒരുപോലെ റുക്കൂവും സുജൂദും കാര്യങ്ങളൊക്കെ ചെയ്ത് സലാം വീട്ടിയാലും എത്രത്തോളം 2 പേരുടെയും നമസ്കാരം ആകാശഭൂമികളുടെ വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം എന്താ? അവൻ്റെ ഹൃദയത്തിൻ്റെ സാന്നിധ്യമാണ്. അപ്പം നമ്മുടെ വീട്ടിൽ തണുത്ത വെള്ളം ഇരിക്കുന്നുണ്ട്, നല്ല ഭക്ഷണം ഇരിക്കുന്നുണ്ട്, നമ്മൾ കഴിച്ചില്ല. തഖ്വയാണ്, സൂക്ഷ്മതയാണ്. ആരും കണ്ടിട്ടല്ല, ആരും കേട്ടിട്ടല്ല, ആരും അറിഞ്ഞിട്ടല്ല. അപ്പോൾ നമ്മുടെ തഖ്വ ഇതിലൂടെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാണുന്നു, നോക്കുന്നു, നമ്മളെ വിചാരണ ചെയ്യുന്നു എന്നതിൻ്റെ കൃത്യമായ ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. ഈ നോമ്പിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തഖ്വയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾക്ക് ഒരുക്കിയ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും. സ്വർഗത്തിലേക്ക് ആരെ വിളിക്കുന്നറിയോ? മുത്തഖീങ്ങളെയാണ്. ആരാ മുത്തഖീങ്ങൾ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നമുക്ക് മനപ്പാടമുള്ള ആയത്താണ്. സ്വർഗത്തിലേക്ക് ആരെ വിളിക്കാം? വസീഖല്ലദീന തഖൗ റബ്ബഹും മിനൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. വസീഖല്ലദീന തഖൗ റബ്ബഹും മിനൽ ജന്നതി സുമറാ. തഖ്വയുള്ള ആളുകളെ
കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യപ്പെടുകയാണ്. ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും. അതിന്റെ കാവൽക്കാർ അവരോട് പറയും, നിങ്ങൾക്ക് സമാധാനമുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ശാന്തിയുണ്ട് കേട്ടോ, നിങ്ങളിതാ പ്രവിശാലമായ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. തഖ്വയുള്ള ആളുകൾക്ക് മാത്രമാണ് സ്വർഗം. ആർക്കാ ദുനിയാവിലെ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിഭവങ്ങൾ ഇറക്കി കൊടുക്കുക? ദുനിയാവിൽ ആർക്കാ ധന്യതയുണ്ടാകുക? അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറയുന്നുണ്ട്, നാളെ പരലോകത്ത് അവർക്ക് ഉന്നതമായ സ്ഥാനം കിട്ടുമെന്ന് മാത്രമല്ല, തഖ്വയുള്ള ആളുകൾക്ക് അല്ലാഹു ദുനിയാവിൽ തന്നെ എമ്പാടും നേട്ടങ്ങൾ വാരിക്കോരി നൽകുന്നുണ്ട്. ഒരു നാടിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. വലൗ അന്ന അഹ്ലുൽ ഖുറാ, തീർച്ചയായും ആ നാട്ടിലെ ആളുകളുടെ പ്രത്യേകത, ആമനൂ വത്തഖൗ, അവർ വിശ്വാസികളാണ്, അവർ തഖ്വയുള്ള ആളുകളാണ്. ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഭൂമിയിലേക്ക് ബർക്കത്തുകൾ, അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്നതാണ്, അവർക്ക് ചെയ്തു കൊടുക്കുന്നതാണ്, അവർക്ക് അല്ലാഹു നൽകുന്നതാണ്. തഖ്വയുണ്ടെങ്കിൽ ദുനിയാവിലും സഹോദരങ്ങളെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എമ്പാടും നേട്ടങ്ങൾ കൊടുക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കാൻ. അതുകൊണ്ട് ഈ നോമ്പ് നമ്മളെ എത്തിക്കേണ്ടത് അതിലേക്കാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോ വിഷയത്തിലും നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അത്താഴം അല്ലേ, ഒക്കെ നമ്മൾ സുപരിചിതമായി കേൾക്കുന്ന കാര്യങ്ങളാണ്. അത് കഴിക്കണം. അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ എത്ര മിനിറ്റ് വേണം ബാക്കി എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, ഒന്ന് വീണ്ടും സോഫയിൽ ഒന്നിരുന്ന് ഒരു ചെറിയൊരു തൂങ്ങിയുറക്കം കിട്ടാനുള്ള സമയം വേണം എന്നതാണ്. പക്ഷെ അവിടെയും വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, ആ സുഹൂറിൻ്റെ സമയങ്ങളിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർ. എന്താ സമയത്തിൻ്റെ പ്രത്യേകത? എന്താ സമയത്തിൻ്റെ ശ്രേഷ്ഠത? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മളോട് ചോദിക്കാൻ, പ്രത്യേകിച്ച് റമദാൻ, ആകാശത്ത് മാറ്റം സംഭവിച്ചു, ഭൂമിയിൽ മാറ്റം സംഭവിച്ചു, പിശാചുക്കളെല്ലാം കെട്ടിയിട്ടു, നന്മക്കുള്ള വിളിതാളം വന്നു, തിന്മയിൽ നിന്ന് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. എല്ലാ രാത്രികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിച്ചു. ആ രാത്രിയുടെ അവസാനത്തെ യാമത്തിൽ യൻസിലു റബ്ബുനാ തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല സമാ ദുനിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കും, ആരുണ്ടെന്നോട് പ്രാർത്ഥിക്കാൻ, ആരുണ്ടെന്നോട് സഹായം ചോദിക്കാൻ, ആരുണ്ടെന്നോട് പാപമോചനം തേടുവാൻ, നമ്മോട് ആവശ്യപ്പെടാൻ. അതുകൊണ്ട് സഹോദരങ്ങൾ, അത്താഴത്തിൻ്റെ സമയം അത് നിസാരമായി കളയാനുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്താഴം എന്തെങ്കിലും ഒന്നുകൊണ്ട് കഴിക്കണമെന്നതും നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ നോമ്പിൻ്റെ പകലുകൾ അത് ഖുർആനിലായിരിക്കണം. നമ്മളെല്ലാവരും നമ്മൾ ഖുർആനിലായിരിക്കണം. എന്നധികം മുൻഗാമികൾ 60 തവണ ഖത്തം ഓതിയിട്ടുണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ലാ 60 തവണ ഖത്തം തീർത്തിട്ടുണ്ട്. എങ്ങനെ 60 തവണ? ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങളായിരിക്കും ഇതിപ്പോൾ തള്ളു പറയാമെന്ന് അല്ലേ, നമ്മളാ നാടൻ ഭാഷയിൽ വിചാരിക്കും തള്ളു പറയുകയാണ്. നമ്മൾ ചിന്തിച്ചാൽ മതി, നമുക്ക് സ്ഥിരം ഓതുന്ന സൂറത്തുകൾ ഓതാൻ സമയം വേണം? ആവശ്യമില്ല. അമ്മ ജ്യൂസ് എടുത്തിട്ട് അതിൻ്റെ അവസാനത്തെ കുറച്ച് പേജുകൾ ഓതാൻ തന്നാൽ നമുക്ക് സമയം വേണം? വേണ്ട. എന്തേ കാരണം? അത് സ്ഥിരം ഓതി നമ്മൾ പറയുന്നത് വെള്ളം പോലെ ആയി എന്ന് പറയും അല്ലേ, അതിങ്ങനെ ഒഴുക്കിൽ പോവും. പക്ഷെ നമ്മൾ ഇന്നേ വരെ ഒഴുകാത്ത, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു മാസത്തിൽ മാത്രം ഒഴുകുന്ന സ്ഥലത്തിലൂടെ പോകുമ്പോൾ നമ്മളവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നീങ്ങാത്തത്. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് ഖുർആൻ മനപ്പാഠമാണ്, വെള്ളം പോലെയാണ് എല്ലാ സുഹൃത്തുക്കളും. അതുകൊണ്ട് 60 തവണ അവർക്ക് ഓതി തീർക്കാൻ സാധിച്ചു. അതുകൊണ്ട് നമ്മുടെ പ്ലാനിങ് ഒന്ന് പുതുക്കേണ്ടതുണ്ട്. ഒരു തവണ എന്നുള്ളത് 2-3 തവണക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിയും. നമ്മൾ വിചാരിച്ചാൽ അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകും. അള്ളാഹു അത് എളുപ്പമാക്കി തരും, അതൊരു സംശയമല്ല. ഇപ്പോൾ സൂറത്തുൽ ഫലക്കിൻ്റെ ഒക്കെ അക്ഷരങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ അക്ഷരങ്ങളാണ്. എന്നാൽ അതിലൂടെ കിട്ടുന്ന പ്രതിഫലം നമ്മൾ നോക്കിയാലോ എത്രയോ പ്രതിഫലം. പ്രിയപ്പെട്ടവരെ, ചെറിയ സൂറത്തുകളിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് ഖുർആനിൻ്റെ ഓരോ സൂറത്തുകളുടെയും അക്ഷരങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് 47 അക്ഷരമുള്ളൂ. ഖുൽ ഹുവല്ലാഹു അഹദ് 47 അക്ഷരം. അത് ഓതി എത്ര കിട്ടി? ചുരുങ്ങിയത് 10 ആണല്ലോ പ്രതിഫലം അല്ലേ? 10 മുതൽ 700 വരെ ആകാം. 10 കൂട്ടിയാൽ സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ ഓതിയാൽ ആ മനുഷ്യന് 470 പ്രതിഫലം ഇൻഷാ അല്ലാഹ് പടച്ചവൻ തൗഫീഖ് കിട്ടും അല്ലേ?
ഇതേപോലെ തന്നെ സൂറത്തുൽ കാഫിറൂൻ 98 അക്ഷരങ്ങളാണ്, 980 പ്രതിഫലമായി. അതേപോലെ തന്നെ സൂറത്തുൽ നാസ് 80 അക്ഷരാണ്, 800 പ്രതിഫലമായി. സൂറത്തുൽ ഫലക്ക് 71 അക്ഷരാണ്, 710 പ്രതിഫലമായി. ആ ചെറിയ ചെറിയ സൂറത്തുകളാണ് പറഞ്ഞത്. അപ്പോൾ സൂറത്തുൽ ബഖറയും ആൽ ഇംറാനും നിസാഉം മാഇദയും ഇതൊക്കെ നമ്മളിങ്ങനെ ഓതി വന്നാൽ എത്ര പ്രതിഫലമാണ് നമുക്ക് കിട്ടാനുള്ളത്. അതുകൊണ്ട് ഖുർആൻ അതുമായി നല്ല ബന്ധം നോമ്പുകാരായിരിക്കാൻ നമ്മൾ നീണ്ടതുണ്ട്, സ്ഥാപിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാൻ. അതുപോലെ തന്നെ രാത്രി നമസ്കാരത്തിൽ ഒരു അശ്രദ്ധ നമുക്ക് ഉണ്ടാകരുത്. ഈ പുറകിൽ നിൽക്കുന്ന നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇത് പറയും ഇങ്ങനെ കുറേ ഓതിയാൽ നമ്മളെ മനസ്സൊക്കെ ഇങ്ങനെ പോവുകയാണ് എന്ന് പറയും. യഥാർത്ഥത്തിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുന്ന ആയത്തുകൾ എത്തിയാൽ നമുക്ക് ഹംദ് പറയാം, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറയാം. ഈ നരകവുമായി ബന്ധപ്പെട്ട ഞാറ്, ജഹന്നം അങ്ങനെ വല്ല പദപ്രയോഗങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലായി നരകവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം അള്ളാഹുവിനോട് നരകത്തു നിന്ന് കാവലിനെ ചോദിക്കാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ. ഇനി സ്വർഗവുമായി ബന്ധപ്പെട്ട് പറയുന്ന ആയത്തുകളാണെങ്കിലോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അള്ളാഹുവെ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കും. ഇനി അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പൊക്കെ പറയുന്നത് സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് നമുക്ക് നമസ്കാരത്തിൽ പുറകിലുള്ള ആളുകൾക്ക് നിർവഹിക്കാനുള്ള കാര്യമാണ്. അതല്ലാതെ വെറുതെ മൗനമായി നിർത്ത മാത്രമല്ല. ഇനി എന്തിനധികം ആർക്കാണ് ഇത് പൂർണ്ണമായ പ്രതിഫലം കിട്ടുക എന്നതും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇപ്പോൾ ചില ആളുകളൊക്കെ ഇന്ന് കണ്ടുവരുന്ന ഒരു ശൈലിയാണ് 8 നമസ്കരിച്ച് ബാക്കി 3 അവസാനത്തെ സമയത്തേക്ക് മാറ്റി വെക്കുന്ന ആളുകളുണ്ട്. അത് നല്ലൊരു നിയ്യത്താണ്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്കാണ് രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ച പ്രതിഫലമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇന്ന റജുല ഇദാ സ്വല്ല മഅൽ ഇമാം, തീർച്ചയായും മനുഷ്യൻ എന്ത് ചെയ്തു, ഇമാമിൻ്റെ കൂടെ നമസ്കരിച്ചു. ഏതുവരെ? ഹത്താ യൻസരിഫ, ആ ഇമാമ് നമസ്കാരത്തിൽ നിന്ന് പിരിയുന്നത് വരെ. അപ്പം നമ്മൾ പകുതി വെച്ച് പോകരുത്. അങ്ങനെയാണെങ്കിൽ ഹുസിബ ലഹു ഖിയാമുൽ ലൈൽ, അവൻ രാത്രി മുഴുവൻ നമസ്കരിച്ചതിൻ്റെ പ്രതിഫലമാണെന്നാണ്. അപ്പോൾ 3 വീട്ടിൽ ബാക്കി 8 പള്ളിയിൽ. ആ ശൈലി നമ്മുടെ രീതിയല്ല. അപ്പോൾ പൂർണ്ണമായി ഇമാമിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ പൂർണ്ണമായി നമ്മൾ നിന്നിട്ട് പ്രിയപ്പെട്ടവരെ ആ രൂപത്തിൽ അതിനെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയണം. ഈ ചില ആൾക്കാർ ചോദിക്കുകയാണ്, ഈ 2 നമസ്കാരങ്ങൾക്ക് ഇപ്പോൾ 2 റക്അത്ത് കഴിഞ്ഞു, അടുത്ത 2 റക്അത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ചൊല്ലാനുണ്ടോ? പ്രത്യേകിച്ചൊന്നും ചൊല്ലാനില്ല. നമുക്ക് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കാം, ദിക്റുകൾ വർദ്ധിപ്പിക്കാം, പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാം. സമയം കിട്ടിയാൽ നമ്മൾ നേരെ നോക്കുക ക്ലോക്കിലേക്കാണ്. അത് നമ്മൾ നിശ്ചയിച്ചൊരു സമയം ഉണ്ടാവും. ഒരു 9 മണി മുതൽ 10 മണി മുതലാണ് തറാവീഹ്. അപ്പോൾ എല്ലാ വക്തിനും ഒരു 12 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ഉണ്ടാവും. ഒരു 15 മിനിറ്റ് ആയാൽ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 10 മണി അപ്പുറത്ത് കിടക്കും അല്ലേ? ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ. എത്രത്തോളം ഉമർ റളിയല്ലാഹു അൻഹു സ്വഹാബികളെ നമസ്കാരത്തിന് വേണ്ടി ഏൽപ്പിച്ചിട്ട് അവരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവരുടെ നൃത്തം സുദീർഘമായി 100 ആയത്ത് ഓതി. ചിലപ്പോൾ അവരുടെ നമസ്കാരം ഫജ്ർ വരെ, തെളിവുണ്ട്, ഞാൻ വായിക്കുന്നില്ല, ഫജ്ർ വരെ നീണ്ടു നിന്നു എന്നാണ്. നമ്മളത് ശരിക്കും ആലോചിക്കുക. നമ്മുടെ ഇമാം എങ്ങാനും ഫജ്ർ വരെ ഇവിടെ നിന്ന് നിസ്കരിച്ചാൽ മൂപ്പര് സലാം കൂട്ടിയാൽ പിന്നെ ആരവിടെ ഉണ്ടാകുക? മൂപ്പരെ ഫോണിലേക്ക് മെസ്സേജ് തന്നിട്ടുണ്ടാവും, നാളെ രാവിലെ നിങ്ങൾ വണ്ടി ഇട്ടുള്ളിന്ന്. നമ്മൾ അത്രയൊന്നും വേണ്ട, മനസ്സിലാവുണ്ടോ? നമ്മൾ ഉള്ളത് ഭംഗിയിൽ നിർവഹിക്കാം. കിട്ടുന്നത് ഇന്നേ കിട്ടുള്ളൂ സഹോദരങ്ങൾ, വേറെ കിട്ടൂല. അതുകൊണ്ട് ഇതൊരു കിട്ടാക്കനിയാണ്. അതുകൊണ്ടാണ് റമളാൻ കിട്ടാൻ പൂർവികർ കാനസലഫു യദഊന അല്ലാഹ അയ്യുബല്ലിഅഹും റമളാൻ 6 മാസം മുന്നേ പ്രാർത്ഥിച്ചത് എന്നാണ്. 6 മാസം മുന്നേ പ്രാർത്ഥിച്ചത്. നമ്മൾ അഹ്ൽ റമളാൻ പ്രോഗ്രാം വെച്ചതപ്പോഴാണ് ശഅബാൻ്റെ അവസാനത്തിൽ. നമ്മളപ്പോഴാണ് ചിന്തിച്ചത്. ആൾക്കാരൊക്കെ ഇങ്ങനെ വീട് വൃത്തിയാക്കുമ്പോൾ ആലോചിച്ച് എന്തിപ്പത് റമളാൻ വരാൻ. അവർ 6 മാസം മുന്നേ പ്രാർത്ഥിച്ചു. പിന്നീടുള്ള മാസക്കാലം എന്താ ഇതെന്നറിയോ? റമളാനിലെ നന്മ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പടച്ചവൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ ഒരു കൊല്ലം മുഴുവൻ അവർ റമളാനെ കുറിച്ചുള്ള ചിന്തയിലായിരുന്നു. ആ റമളാനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഓരോ ദിവസങ്ങളും നമുക്ക് ഓർക്കാനുണ്ടാകണം. എല്ലാ ദിവസത്തിലും ഓരോ നന്മകൾ പുതുതായി നമുക്ക് ചെയ്യാൻ കഴിയണം. അപ്പോൾ ഇന്നിപ്പോൾ ഒരാൾക്ക് 10 രൂപ കൊടുത്ത് വിചാരിക്കുക, നാളെ രോഗിയെ സന്ദർശിക്കുക, മനസ്സിലാണ്. മറ്റൊരാൾക്ക് ആരും അറിയാതെ എന്തെങ്കിലും നന്മ നമ്മൾ ചെയ്തു വെക്കുക. സുന്നത്തായ നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. അതേപോലെ തന്നെ ഖുർആനുമായി നമ്മൾ ബന്ധം സ്ഥാപിക്കുക. നമ്മുടെ നാവുകൾ ദിക്ർ കൊണ്ട് നനയ്ക്കുക. പറ്റി വരണ്ടിട്ടുണ്ടാവും, ദിക്ർ കൊണ്ട് നമ്മൾ നനച്ചു കൊടുക്കുക. പ്രാർത്ഥനകൾ കൊണ്ട് നനച്ചു കൊടുക്കുക. ഇസ്തിഗ്ഫാർ നമ്മൾ വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം 100-ലധികം തവണ എന്ത് ചെയ്യാറുണ്ട്? ഇസ്തിഗ്ഫാർ നടത്താനുണ്ടെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സെന്ന് പിരിയുന്നതിൻ്റെ മുന്നേ സ്വഹാബത്ത് എണ്ണും. എണ്ണ അറിയോ? റബ്ബി ഗഫിർലി വതുബ് അലയ്യ
ഇന്നക അൻത തവ്വാബുർ റഹീം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 പ്രാവശ്യത്തിലധികം ചൊല്ലിയിട്ടുണ്ടായിരുന്നു എന്ന് സ്വഹാബത്ത് പറയുന്നുണ്ട്. തെറ്റ് സംഭവിക്കാത്ത, ഹൃദയമെടുത്ത് കഴുകി ശുദ്ധീകരിച്ച, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട റസൂലുള്ളാഹി വരെ അത്രത്തോളം ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ടെങ്കിൽ പാപത്തിൻ്റെ കറ പിടിച്ച നമ്മുടെ ഹൃദയം നമ്മൾ കഴുകണം. ഈ റമദാൻ കഴിഞ്ഞിട്ട് പരസ്പരം കൈപിടിച്ച് നമ്മൾ പറയുന്നൊരു വാചകമുണ്ട്, തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും, അല്ലേ? അതൊരു പ്രാർത്ഥനയാണ്, ഒരു ആശംസാ വാചകം മാത്രമല്ല, അതൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അർത്ഥവത്താകാൻ പ്രിയപ്പെട്ടവർ ഈ റമദാൻ നല്ല ഓർമ്മകളാൽ സമൃദ്ധമാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നന്മകൾക്കും അല്ലാഹു നമ്മെ സാക്ഷിയാക്കുമാറാകട്ടെ. നമ്മെ തേടി വരുന്ന മുസീബത്തുകളെ അല്ലാഹു നമ്മിൽ നിന്ന് വഴിമാറ്റുമാറാകട്ടെ. ഇന്നും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഫിലസ്തീനിലെ, സിറിയയിലെ മുസ്ലിമീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം നിർഭയത്വം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായതിനെ അല്ലാഹു 2 ലോകത്തും അവർക്ക് പകരം കൊടുക്കുമാറാകട്ടെ. സ്വസ്ഥമായി സമാധാനമായി ജനിച്ച നാട്ടിൽ തന്നെ ജീവിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതേപോലെ തന്നെ നമ്മുടെ ഈ നാടിനെ മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുപോകാനും വെട്ടിമുറിക്കാനും വേണ്ടി പരിശ്രമിക്കുന്ന ഭരണാധികാരികൾ, അവരുടെ എല്ലാ ശർറുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കബറിടങ്ങൾ അല്ലാഹു വിശാലമാക്കുമാറാകട്ടെ. അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.